രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് RSS മേധാവി മോഹൻ ഭഗവതിന്റെ ഒരു പരാമർശം ഇപ്പോൾ വ്യാപകമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. 75 വയസ്സ് തികഞ്ഞാൽ വിരമിച്ച് മറ്റുള്ളവർക്ക് വഴിമാറി കൊടുക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുമെന്ന പശ്ചാത്തലത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യം തന്നെ നേടുന്നുണ്ട്. ഈ പരാമർശം BJP നേതൃത്വത്തിലും പ്രതിപക്ഷ പാർട്ടികളിലും ഒരുപോലെ ആശയക്കുഴപ്പങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിട്ടുണ്ട്. ബുധനാഴ്ച നാഗ്പൂരിൽ നടന്ന RSS നേതാവായിരുന്ന മോറോപന്ത് പിംഗ്ലയെ പറ്റിയുള്ള പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് മോഹൻ ഭഗവത് പ്രായപരിധി പരാമർശം നടത്തിയത്. നിങ്ങൾക്ക് 75 വയസ്സ് തികഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിർത്തി മറ്റുള്ളവർക്ക് വഴി ഒരുക്കണമെന്നാണ്. മോറോപന്ത് പിംഗ്ലെ രാഷ്ട്ര സേവനത്തോടുള്ള സമർപ്പണം ഉണ്ടായിരുന്നിട്ടും പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായി പിന്മാറണമെന്നതിൽ വിശ്വസിച്ചിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഭഗവത് ഈ പരാമർശം നടത്തിയത്. 75 വയസ്സ് തികഞ്ഞ് ഷാൾ നൽകി ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സായി മാറിക്കൊടുത്ത് മറ്റുള്ളവർക്ക് വഴി ഒരുക്കുക എന്ന് മോറോപന്ത് പിംഗ്ലെ പറഞ്ഞത് ഭഗവത് എടുത്തു പറഞ്ഞു. ഈ പരാമർശത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിക്കാൻ പ്രധാന കാരണം പ്രധാനമന്ത്രി മോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുന്നു എന്നതാണ്. BJPയിൽ 75 വയസ്സ് തികഞ്ഞവരെ പ്രധാന പദവികളിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അലിഖിത നിയമം നിലവിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ RSS മേധാവിയുടെ ഈ വാക്കുകൾ മോദിയെ ലക്ഷ്യം വെച്ചുള്ളതാണോ എന്ന സംശയം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ ഉയരുന്നുണ്ട്. ഭഗവതിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ BJPയെ കടന്നാക്രമിച്ച് പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തി. ശിവസേന നേതാവ് സഞ്ജയ് റൌത്ത് ആണ് ആദ്യം രംഗത്ത് വന്നവരിൽ ഒരാൾ. LK അദ്വാനി, മുരളി മനോഹർ ജോഷി, ജസ്വന്ത് സിംഗ് തുടങ്ങിയ മുതിർന്ന BJP നേതാക്കളെ 75 വയസ്സ് പരിധി പറഞ്ഞ് നിർബന്ധപൂർവ്വം മാറ്റി നിർത്തിയത് നരേന്ദ്രമോദിയാണെന്ന് സഞ്ജയ് റൌത്ത് ചൂണ്ടിക്കാട്ടി. അതേസമയം മാനദണ്ഡം മോദി സ്വയം ബാധകമാക്കുമോ എന്ന് കണ്ടറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇത് BJPയെ കൂടുതൽ വെട്ടിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. പിന്നാലെ കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗും ഭഗവതിന്റെ പരാമർശത്തെ പിന്തുണച്ച് രംഗത്തെത്തി. പ്രവൃത്തിപഥത്തിൽ കാണിക്കാതെ വാചകമടിക്കുന്നത് എപ്പോഴും അപകടമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാർഗദർശക് മണ്ഡലിന്റെ പേരിൽ 75 വയസ്സ് തികഞ്ഞവരെ നിർബന്ധിതമായി മാറ്റി നിർത്തുന്നത് ഒട്ടും അനുയോജ്യമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. എന്നാൽ നിലവിലെ സംവിധാനത്തിന് ഈ നിയമം ബാധകമാകില്ലെന്നും അവർക്ക് ഇളവുണ്ടാകുമെന്ന സൂചനയാണുള്ളതെന്നും മോദിയെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പ്രതികരണങ്ങൾ ഭഗവതിന്റെ പരാമർശത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതിന്റെ സൂചനയാണ്. ഭഗവതിന്റെ പരാമർശത്തിന് പിന്നാലെ വെട്ടിലായ BJP വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നു. മോദിക്ക് പ്രായപരിധിയിൽ നേരത്തെ ഇളവ് കൊടുത്തിട്ടുള്ളതാണെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. 5 വർഷം മുൻപ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. എന്നാൽ ഇപ്പോൾ പ്രായപരിധി വിഷയം RSS മേധാവി എടുത്തു പറഞ്ഞത് BJPക്ക് RSS നൽകുന്ന ഒരു സന്ദേശമാണോ എന്ന വിലയിരുത്തലുകളും ശക്തമാണ്. BJPയിലെ 75 വയസ്സ് പ്രായപരിധി മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് കർക്കശമാക്കിയത് എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. മുതിർന്ന നേതാക്കളെ ഒതുക്കാനുള്ള ഒരു തന്ത്രമായാണ് പലരും ഇതിനെ കണ്ടിരുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ RSS മേധാവി തന്നെ ഈ വിഷയം ഉന്നയിക്കുന്നത് BJP നേതൃത്വത്തെ, പ്രത്യേകിച്ച് മോദിയെ ഒരു ധർമ്മസങ്കടത്തിലാക്കിയിട്ടുണ്ട്. മോഹൻ ഭഗവതിന്റെ പരാമർശം വന്ന അതേ ദിവസം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും വിരമിച്ച ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ച് വാചാലനായതും ശ്രദ്ധേയമായി. വേദങ്ങൾക്കും ഉപനിഷത്തുകൾക്കും ജൈവ കൃഷിക്കുമായി ശിഷ്ടകാലം നീക്കിവെക്കുമെന്നായിരുന്നു അമിത് ഷാ പറഞ്ഞത്. എന്നാൽ 2023 മെയ് മാസത്തിൽ അമിത് ഷാ പറഞ്ഞത് BJPയുടെ ഭരണഘടനയിൽ വിരമിക്കൽ പ്രായത്തെക്കുറിച്ച് വ്യവസ്ഥയൊന്നും ഇല്ല എന്നായിരുന്നു. 2029 മോദി തന്നെ തുടരുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഈ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ BJPക്കുള്ളിലെ ആശയക്കുഴപ്പത്തെയും RSSന്റെയും BJPയുടെയും നിലപാടുകളിലെ വ്യത്യാസങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. മോഹൻ ഭഗവതിനും നരേന്ദ്രമോദിക്കും ഒരേ പ്രായമാണ് എന്നതാണ് ഈ ചർച്ചകളിലെ മറ്റൊരു പ്രധാന ഘടകം. 1950 സെപ്റ്റംബർ 11 മോഹൻ ഭഗവത് ജനിച്ചത്. 6 ദിവസം കഴിഞ്ഞിട്ടാണ് മോദിയുടെ ജനനം. എന്നിട്ടും RSSൽ ചുമതലകൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കുന്നിടത്തോളം കാലം ആർക്കും അങ്ങനെ തുടരാനാകും. എന്നാൽ BJPയിൽ പ്രായപരിധിയുണ്ട്. അത് കർക്കശമാക്കിയത് മോദി പ്രധാനമന്ത്രിയായതിനു ശേഷമാണ്. ഇതൊരു തരം ഇരട്ടത്താപ്പാണോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾക്ക് ബാധകമാക്കിയ നിയമം ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് ബാധകമാകാതിരിക്കുന്നത് ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. RSS ഒരു പ്രത്യയശാസ്ത്ര സംഘടനയും BJP അതിന്റെ രാഷ്ട്രീയ മുഖവുമാണ്. പരസ്പരം സ്വാധീനിക്കുകയും നയപരമായ കാര്യങ്ങളിൽ ഏകോപനം നടത്തുകയും ചെയ്യുന്ന ഈ രണ്ട് സംഘടനകൾക്കിടയിൽ വിരമിക്കൽ പ്രായത്തെക്കുറിച്ചുള്ള ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മോഹൻ ഭഗവതിന്റെ ഈ പരാമർശം വെറും ഒരു നിരീക്ഷണമായിരുന്നോ അതോ BJPക്ക്, പ്രത്യേകിച്ച് മോദിക്ക് RSS നൽകിയ ഒരു വ്യക്തമായ സന്ദേശമായിരുന്നു എന്നതിനെക്കുറിച്ച് വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. RSS ഒരുപക്ഷെ BJP നേതൃത്വത്തിൽ ഒരു തലമുറ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടാകാം.
യുവ നേതാക്കൾക്ക് അവസരം നൽകുകയും പാർട്ടിയെ കൂടുതൽ ചലനാത്മകമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടാകാം. അദ്വാനിയെയും ജോഷിയെയും പോലുള്ളവരെ മാറ്റി നിർത്തിയ അതേ നിയമം മോദിക്കും ബാധകമാണെന്ന് RSS പരോക്ഷമായി ആവശ്യപ്പെടുന്നുണ്ടാകാം. ഇത് ഭാവി നേതൃത്വ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിടാം. മോറോപന്ത് പിംഗ്ലയെക്കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ആദർശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും വന്ന ഒരു പരാമർശനമായി ഇതിനെ കണക്കാക്കാം. ഇതിന് പ്രത്യേക രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ലെന്ന് BJP വാദിച്ചേക്കാം. എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് വെറും ഒരു നിരീക്ഷണം മാത്രമായിരുന്നുവെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും ഈ വിഷയത്തിലെ തുടർന്നുള്ള സംഭവവികാസങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായകമായിരിക്കും. നരേന്ദ്രമോദി 75 വയസ്സ് തികയുമ്പോൾ എന്ത് നിലപാട് സ്വീകരിക്കും? BJP നേതൃത്വം ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? RSS അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമോ എന്നതെല്ലാം തന്നെ ഉറ്റുനോക്കുന്നുണ്ട് പലരും.